ഹായ് ഫ്രണ്ട്സ്, രജീഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു മിറർ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മിറർ യൂസ് ചെയ്യാൻ കാരണം അപ്പോൾ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും മഴവില്ലുണ്ടാക്കുക എന്ന് വെച്ചാൽ റെയിൻബോ. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഈ മിറർ യൂസ് ചെയ്തിട്ട് റെയിൻബോ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് തരാം. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പാത്രം വേണം. അപ്പോൾ ഞാൻ വലിയ മിററാണ് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്, ആദ്യത്തെ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി മുങ്ങണ വരയ്ക്കും അതിന് പാകത്തിനായിട്ടുള്ളൊരു പാത്രമാണ് എത്തിയിരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നേരെ പ്ലേസ് ചെയ്യണം. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം അത് വെക്കാൻ. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നേരെ ഈ മിറർ നേരെ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ പോയിൻറ്റിങ് കറക്റ്റ് ആക്കണം. അതാണ്. അപ്പോൾ നമ്മുടെ പോയിൻറ്റിങ് കറക്റ്റ് ആയില്ലെങ്കിൽ റെയിൻബോ വരില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് ഇറങ്ങാം. നമ്മളിത് നമ്മുടെ മിറർ നേരെ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. പോയിൻറ്റിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് ഓഫ് കല്ല്, കുറച്ച് വലിയ കല്ലാണ് എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ റിഫ്ലക്ഷൻ ചെയ്യണത് കണ്ടാലോ. അപ്പോൾ നമ്മുടെ റെയിൻബോൻ്റെ റിഫ്ലക്ഷനൊക്കെ കണ്ടു. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു റോ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സൈഡിൽ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ സൺലൈറ്റിന് ഡയറക്റ്റ് മിററിലേക്ക് തട്ടിയിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യാണ്, നമ്മുടെ വാളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്തത്. സൺലൈറ്റ് ഡയറക്റ്റ് ആരോയിൽ പോയിട്ട് വാളിലേക്ക് നേരെ കറക്റ്റ് മിററിൻ്റെയും വാട്ടറിൻ്റെയും മിഡ് പോയിന്റിൽ തന്നെ അതിൻ്റെ സെൻറ്റർ ഫോക്കൽ പോയിന്റിൽ പോയി തട്ടിയിട്ട് ഡയറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്തത് നമ്മുടെ വാളിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ചെയ്തത് സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഫിസിക്സിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ മെത്തേഡ് ആയാലും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു ഐഡിയ ആണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റെയിൻബോ വരുമോ ഇല്ലയോ. അപ്പോൾ ടെസ്റ്റിംഗ് ചെയ്തപ്പോൾ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ബിഗ്ഗായിട്ട് വലിയ മിറർ വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. അതെന്തായാലും സക്സസ് ആവുകയും ചെയ്തു. കുറച്ച് ടൈം എടുക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. കാരണം പോയിൻറ്റിങ് കറക്റ്റ് ആവാണ്ട് കുറേ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു ബിഗ് മിറർ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ പോയിൻറ്റിങ്ങും മാക്സിമം സൺലൈറ്റ് ഉള്ള സമയത്ത് വേണം ചെയ്യാനില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന അറിവ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കണോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എക്സിബിഷനൊക്കെ വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് സയൻസ് പ്രൊജക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്കിത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അധികം ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഇന്ന് ഇവിടുത്തെ വീഡിയോ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുക ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്യാമറ മൻസൂർ മച്ചാണ്. അപ്പം രജിഷ് സൈനിങ്.